എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങിക്കുന്നവരും 2024 നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്തിരിക്കണം എന്നുള്ള സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇന്നിവിടെ നോക്കുന്നത് എന്താണ് മസ്റ്ററിംഗ്, 2024 ആരൊക്കെ മസ്റ്ററിംഗ് ചെയ്യണം, എന്തൊക്കെ രേഖകൾ മസ്റ്ററിംഗ് ചെയ്യാൻ ആവശ്യമാണ്, എന്നു മുതൽ എന്നുവരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഡേറ്റുകൾ, കൂടാതെ മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം ഓൺലൈനായി അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ പരിശോധിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പെൻഷൻ വാങ്ങിക്കുന്ന ആളിൻ്റെ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ നേരിട്ട് പരിശോധിച്ച് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനെയാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് പെൻഷൻ വാങ്ങിക്കുന്ന ആളിൻ്റെ വിരലടയാളം ബയോമെട്രിക് സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താം. അതല്ലെങ്കിൽ കൃഷ്ണമണിയുടെ ഘടന പരിശോധിച്ചും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ഇതിനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ആധാർ നമ്പറാണ്. ആധാർ നമ്പരുമായി പെൻഷൻ വാങ്ങിക്കുന്ന ആൾ കേരള IT മിഷൻ നടത്തുന്ന ഏതെങ്കിലും ഒരു അക്ഷയയിൽ നേരിട്ട് പോയി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമായിരിക്കും നിലവിൽ മസ്റ്ററിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. ഇനി ഇതിനനുവദിച്ചിട്ടുള്ള സമയം 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ളവരും ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നവരും 25/6/2024 മുതൽ 24/8/2024 വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യണം. അതായത് ജൂൺ മാസം 25-ാം തീയതി മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള ഏതാണ്ട് 2 മാസ കാലയളവിനുള്ളിലാണ് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കേണ്ടുന്നത്. നേരത്തെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുള്ളവരും നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അതേസമയം 2024 ജനുവരിക്ക് ശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രതിമാസം 1600 രൂപ വാങ്ങിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങിക്കുന്നവരുമെല്ലാം ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ പെൻഷൻ തടസ്സപ്പെടുന്നതാണ്. പിന്നീട് എപ്പോഴാണോ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നത് അന്നു മുതൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓരോ പെൻഷൻ ഗുണഭോക്താവിനും സൗകര്യപ്രദമായ ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രത്തിൽ ഫീസായി നൽകേണ്ടുന്നത് 30 രൂപയാണ്. ശാരീരിക അവശതകൾ മൂലം അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ടെത്താൻ സാധിക്കാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചാൽ അക്ഷയ പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കും. അതിന് ഫീസായി നൽകേണ്ടുന്നത് 50 രൂപയുമാണ്. മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിച്ച ശേഷം യാതൊരുവിധ രേഖകളും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടതില്ല. ഇവയെല്ലാം ഓൺലൈനായി അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. ശാരീരിക അവശതകൾ മൂലം മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവർ, ആധാർ ഇല്ലാതെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ, മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കാവുന്നതാണ്. വിരലടയാളം സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് കണ്ണ് സ്കാൻ ചെയ്ത് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കാവുന്നതാണ്. തുടക്കത്തിൽ മസ്റ്ററിങ്ങിന് നെറ്റ്വർക്കിലെ തിരക്ക് കാരണം കാലതാമസം നേരിടാം. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് സാവകാശം ചെയ്യുന്നതായിരിക്കും നല്ലത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ശേഷം ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ഇതിൻ്റെ വിവരങ്ങളടങ്ങിയ ഒരു പ്രിൻ്റ് വാങ്ങിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. കാരണം എന്തെങ്കിലും കാരണവശാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇത് അപ്ഡേറ്റ് ആകാതെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പ്രിൻ്റ് നിങ്ങൾക്ക് കാണിച്ച് നിങ്ങളുടെ മസ്റ്ററിംഗ് ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി നമുക്ക് മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിച്ച ശേഷം ഓൺലൈനായി ഇത് അപ്ഡേറ്റ് ആയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ സൈറ്റിൽ വന്നതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെൻഷൻ തിരച്ചിൽ എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് വരുന്ന പേജിൽ പെൻഷനർ ID, ആധാർ നമ്പർ, അക്കൗണ്ട് നമ്പർ, അങ്ങനെ 3 ലിങ്കുകൾ കാണാം. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ സെൻട്രലിലുള്ള ആധാർ നമ്പറിന് നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത ശേഷം തൊട്ട് താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന നമ്പറുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ തിരയുക എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരും അനുവദിച്ച തുകയും പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും ആക്റ്റീവാണോ, ഏത് രീതിയിലാണ് പെൻഷൻ, നേരിട്ടാണോ, ഡയറക്റ്റ് ടു ഹോം ഓർ ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. അതിനോടൊപ്പം
മസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനോട് ഒപ്പം മസ്റ്ററിംഗ് ചെയ്ത ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഡേറ്റാണ്. നമ്മൾ പുതിയതായിട്ട് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയ ഡേറ്റ് അപ്ഡേറ്റ് ആയി വരും. അതിന് കുറച്ച് താമസം വരുന്നതാണ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. തുടർന്ന് ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള പെൻഷൻ്റെ വിവരങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ തന്നെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ ടിക്ക് മാർക്ക് വരുത്തിയാൽ താഴോട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പെൻഷൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ കാണുവാനും സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുവാനും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.